ജനങ്ങളുമായിട്ട് നല്ല ബന്ധം വച്ചു പുലർത്തുന്ന ഒരു വ്യക്തി കൂടിയായിരുന്നു. ഇടക്കാലത്ത് അദ്ദേഹം ഗൾഫിലേക്ക് പോയി. ഇവിടെ ബിസിനസ്സായിരുന്നു. ഇടക്കാലത്ത് ഗൾഫിലേക്ക് തിരിച്ചു വന്നിട്ടും എല്ലാവരുമായിട്ട് നല്ല ബന്ധത്തിലായിരുന്നു. മിലിറ്ററി ഓപ്പറേഷന് ഈക്വലായിട്ടുള്ള ഒരു പ്രിസിഷനാണ് അതിനകത്തുണ്ടായിരുന്നത്. അല്ലാതെ വെറും ഭീകരാക്രമണമല്ല. അത് പാകിസ്ഥാൻ തീവ്രവാദികളും മാത്രമല്ല, പാകിസ്ഥാന്റെ പട്ടാളവും ഇതിന്റെ പുറകിൽ കൃത്യമായ പങ്ക് വഹിച്ചിട്ടുണ്ട്. അപ്പോൾ അത് ഒരു രാജ്യത്തിന്റെ ക്രൈമാണ്. ഞാൻ തന്നെ കഴിഞ്ഞ വർഷം ഈ സമയത്ത് ഈ സ്ഥലത്ത് ഞാൻ പോയതാണ്. വളരെ പീസ്ഫുൾ ആയിട്ടുള്ളൊരു ഇതായിരുന്നു. എനിക്ക് തോന്നുന്നു ഭീകരന്മാർക്ക് അവസാന അവസരമാണ്. ഭയമുണ്ട്. ഇനിയിപ്പോൾ എന്തായാലും നമ്മൾ ഭയക്കുമല്ലോ, നമ്മളെന്തിനാ ഒരു ആപത്ത് അവിടെ ചെന്ന് വരുത്തി വെക്കണം എന്നുള്ളത്. കാരണം എപ്പോൾ ഏത് സമയത്ത് എന്നുള്ള ഒരു ഇതല്ല ഇന്നലത്തെ ആ ഇൻസിഡൻറ്റ് നമ്മളെ ഓർമ്മിപ്പിക്കുന്നത്. കശ്മീരിലെ പഹൽഗാമിലെ ഭീകരാക്രമണത്തിൽ കൊല്ലപ്പെട്ട രാമചന്ദ്രൻ്റെ വീടിന് മുമ്പിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. എല്ലാവരും വളരെയധികം ദുഃഖത്തിൽ തന്നെയാണ്. ഏവർക്കും പ്രിയപ്പെട്ട ഒരു പൊതുപ്രവർത്തകനായിരുന്നു അദ്ദേഹം. ഏറെ നാളായി അദ്ദേഹം വിദേശത്തായിരുന്നു. പിന്നീട് പ്രവാസ ജീവിതമൊക്കെ അവസാനിപ്പിച്ച് നാട്ടിലെത്തിയതായിരുന്നു. അതിനു മുമ്പ് സംഘപരിവാർ പ്രവർത്തകനൊക്കെയായിരുന്നു. കൂടാതെ ഇവിടുത്തെ കൗൺസിലറായി മത്സരിച്ച് ഒക്കെ ഉള്ള ഒരു ആളാണ്. ജനങ്ങൾക്കൊക്കെ ഒരുപാട് പ്രിയപ്പെട്ട ഒരാളായിരുന്നു രാമചന്ദ്രൻ. അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ ഭാര്യയും മകളും 2 പേരക്കുട്ടികളുമായിട്ട് തിങ്കളാഴ്ചയാണ് ഈ വീട്ടിൽ നിന്നും കശ്മീരിലേക്ക് ഈ വിനോദയാത്രയ്ക്ക് പോകുന്നത്. അവിടെ എത്തിയതിനു ശേഷം പിന്നീട് കഴിഞ്ഞ ദിവസമാണ് ആ ഒരു ഭീകരാക്രമണത്തിൽ അദ്ദേഹം കൊല്ലപ്പെടുന്നത്. മകളുടെ മുന്നിൽ വെച്ചാണ് രാമചന്ദ്രന് വെടിയേറ്റത് എന്നാണ് നമുക്ക് അവിടെ നിന്നും ലഭിക്കുന്ന വിവരം. കൊച്ചിയിൽ നിന്നും ഹൈദരാബാദ് വഴിയാണ് കശ്മീരിലെത്തിയത്. മകൾ അമ്മുവാണ് ഈ മരണവിവരം അദ്ദേഹത്തിൻ്റെ ബന്ധുക്കളെ അറിയിച്ചത്. ഇതറിഞ്ഞത് മുതൽ എടപ്പള്ളിയിലെ മങ്ങാട്ട് നീരാഞ്ജനം വീട്ടിലേക്ക് ആളുകളുടെയൊക്കെ വലിയൊരു ഒഴുക്കാണ് ഉള്ളത്. അദ്ദേഹം ഒരു ദേശസ്നേഹിയായിരുന്നു. കൂടാതെ ഒരു സാമൂഹ്യ പ്രവർത്തകനും പൊതുപ്രവർത്തകനും ഒക്കെയായിരുന്നു. അതുകൊണ്ട് തന്നെ നാട്ടുകാർക്കൊക്കെ ഒരുപാട് പ്രിയപ്പെട്ട ആളായിരുന്നു. അതുകൊണ്ടാണ് ഇവരെല്ലാവരും തന്നെ ഈ മരണവിവരം അറിഞ്ഞപ്പോൾ തന്നെ ഇവിടേക്ക് ഒഴുകി എത്തി തുടങ്ങിയത്. നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അദ്ദേഹത്തിൻ്റെ ഭൗതിക ശരീരം ഇന്ന് വൈകിട്ട് 8 മണിയോട് കൂടിയിട്ട് കൊച്ചിയിലേക്ക് എത്തിക്കുമെന്നാണ്. അതിനുശേഷം അദ്ദേഹത്തിൻ്റെ സഹോദരൻ അമേരിക്കയിലാണ്. അദ്ദേഹം എപ്പോഴാണ് എത്തുന്നത് എന്ന് അനുസരിച്ചായിരിക്കും ഇനി സംസ്കാര ചടങ്ങുകളുടെയൊക്കെ കാര്യങ്ങൾ തീരുമാനിക്കുക. പൊതുദർശനമടക്കമുള്ള കാര്യങ്ങളൊക്കെ അതിനുശേഷമാണ്, അദ്ദേഹത്തിന് വരാൻ കഴിയുമോ എന്നറിഞ്ഞതിന് ശേഷമാണ് നമുക്ക് അറിയാൻ കഴിയുക. ഈ രാമചന്ദ്രനും കുടുംബവും നേരെ കശ്മീരിലേക്ക് പോകുമ്പോൾ തന്നെ അന്ന് തന്നെയായിരുന്നു USA അദ്ദേഹത്തിൻ്റെ സഹോദരൻ പോയത്. അതുകൊണ്ട് തന്നെ വളരെ പെട്ടെന്ന് തിരികെ എത്താൻ പറ്റുമോ എന്നുള്ളൊരു കാര്യത്തിൽ ഒരു സംശയമുണ്ട്. അതുകൊണ്ടാണ് എപ്പോഴാണ് ഈ സംസ്കാര ചടങ്ങുകളിൽ നടക്കമുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ കഴിയുള്ളൂ. എന്തായാലും നാട്ടുകാർക്ക് എന്താണ് രാമചന്ദ്രനെ പറ്റി പറയാനുള്ളത്, ഈ ഭീകരാക്രമണത്തെ പറ്റി എന്തൊക്കെയാണ് പറയാനുള്ളത് നമുക്ക് പരിശോധിക്കാം. അദ്ദേഹം വളരെ അടുത്ത ബന്ധങ്ങളായിരുന്നു എല്ലാവരോടും. പണ്ടുപോലെ ഒരു സംഘടനാ പ്രവർത്തനങ്ങളിലുണ്ടായിരുന്ന ഒരു വ്യക്തിയാണ്. വളരെ സൗഹൃദപരമായിട്ടായിരുന്നു. വളരെ നല്ലൊരു മനുഷ്യനായിരുന്നു. നമുക്ക് വളരെ സൗമ്യനായിട്ട് പെരുമാറാൻ പറ്റുന്ന ചെയ്തുകൊണ്ടിരുന്നൊരു വ്യക്തിയായിരുന്നു അദ്ദേഹം. പിന്നെ പെട്ടെന്ന് അങ്ങനെ പോയി നമുക്ക് ഇതൊന്നും ചെയ്യാൻ പറ്റാത്തൊരു കാര്യമാണല്ലോ അത്. അദ്ദേഹം നല്ലൊരു ദേശസ്നേഹി കൂടിയായിരുന്നു. അതിനെക്കുറിച്ച് പലതവണ നമ്മൾ സംസാരിച്ചിട്ടുണ്ട്. അദ്ദേഹം സംഘടനകളുടെ പല ചുമതലകളിലും ഉണ്ടായിരുന്ന വ്യക്തിയാണ്. അപ്പോൾ ജനങ്ങളുമായിട്ട് നല്ല ബന്ധം വച്ചു പുലർത്തുന്ന ഒരു വ്യക്തി കൂടിയായിരുന്നു. ഇടക്കാലത്ത് അദ്ദേഹം ഗൾഫിലേക്ക് പോയി. ഇവിടെ ബിസിനസ്സായിരുന്നു. ഇടക്കാലത്ത് ഗൾഫിലേക്ക് തിരിച്ചു വന്നിട്ടും എല്ലാവരുമായിട്ട് നല്ല ബന്ധത്തിലായിരുന്നു. ഒന്നിനു മുമ്പ് കാണുകയല്ല ചെയ്തിരുന്നു. സ്ഥിരമായിട്ട് കാണുന്നതാണല്ലോ അദ്ദേഹത്തിനെ. പോകുന്നതിന് മുമ്പ് കാണുന്നത്. ഈ തൊട്ട് മുമ്പ് ദിവസങ്ങൾ കണ്ടിട്ടില്ലായിരുന്നു. അതിന് മുമ്പ് പല ഫംഗ്ഷനിൽ വെച്ച് അദ്ദേഹത്തിനെ കാണാനും സംസാരിക്കാനും ഇടവന്നിട്ടുണ്ട്. പണ്ടുപോലെ അടുത്ത ഒരു ആളായിരുന്നു. എല്ലാ ജനങ്ങളും നമ്മുടെ ഇവിടുത്തെ എല്ലാവരുമായിട്ടും വളരെ നല്ല ബന്ധം പുലർത്തിയിരുന്ന ഒരു വ്യക്തിയാണ് രാമചന്ദ്രൻ. ഒരു നഷ്ടമാണ്, വലിയ നഷ്ടമാണ് അദ്ദേഹത്തിൻ്റെ. ഈ ഒരു ഭീകരാക്രമണത്തിൽ ശക്തമായ തിരിച്ചടി ഉണ്ടാവണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും തിരിച്ചടി എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ പ്രഭവ കേന്ദ്രം പാകിസ്ഥാൻ തന്നെയാണ്. ഇന്നലെ എല്ലാ ചാനലും പറഞ്ഞത് ഒരു മിലിറ്ററി ഓപ്പറേഷന് ഈക്വലായിട്ടുള്ള ഒരു പ്രിസിഷനാണ് അതിനകത്തുണ്ടായിരുന്നത്. അല്ലാതെ വെറും ഭീകരാക്രമണമല്ല. അത് പാകിസ്ഥാൻ തീവ്രവാദികളും മാത്രമല്ല, പാകിസ്ഥാൻ്റെ പട്ടാളവും ഇതിൻ്റെ പുറകിൽ കൃത്യമായ പങ്ക് വഹിച്ചിട്ടുണ്ട്. ആ ഓപ്പറേഷൻ കണ്ടാൽ നമുക്കറിയാൻ പറ്റും എന്നാണ് ഡിഫൻസ് എക്സ്പേർട്ടുകൾ മുഴുവൻ ഇന്നലെ നാഷണൽ ചാനലുകൾ പറഞ്ഞത്. അപ്പോൾ അത് ഒരു രാജ്യത്തിൻ്റെ ക്രൈമാണ്. ആ രാജ്യത്തിന് കൃത്യമായ തിരിച്ചടി കൊടുക്കാനായിട്ട് ഇന്നലെ അമിത്ഷാജിയുടെ ബോഡി ലാംഗ്വേജ് തന്നെ അതാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. അത് അദ്ദേഹം അത്ര സ്ട്രോങ് ആയിട്ടുള്ളൊരു നടപടികളിലേക്ക് രാജ്യം പോകും എന്ന് തന്നെയാണ് ഇത് ചെയ്യാൻ എനിക്ക് തോന്നുന്നു. നിലവിൽ ഇന്ന് വൈകുന്നേരം 7:30 ഭൗതിക ശരീരം എത്തിക്കുമെന്ന് പറഞ്ഞു. അതിനുശേഷം എങ്ങനെയാണ് കാര്യങ്ങളൊക്കെ? അദ്ദേഹത്തിൻ്റെ ജ്യേഷ്ഠനും
US പോയി. ഒരാൾ കാശ്മീരിലേക്ക്, ഒരാൾ US പോയത്. അദ്ദേഹം തിരിച്ചു വരും എന്നുള്ള ഒരു കൺഫ്യൂഷനിൽ നിൽക്കുകയാണ്. അത് ആയിട്ടില്ല. അദ്ദേഹത്തിന് കാണണമെന്ന് ഉണ്ടെങ്കിൽ, അദ്ദേഹത്തിന് തിരിച്ചു വരുന്നുണ്ടെങ്കിൽ അത് ഒരു ദിവസത്തേക്ക് മാറ്റിവെക്കാൻ, അദ്ദേഹത്തിന് ടിക്കറ്റ് കിട്ടുന്ന രീതിയിലേക്ക് മാറ്റിവെക്കാനായിട്ടുള്ള ഒരു ചിന്ത ബന്ധുക്കളാണ് അത് തീരുമാനിക്കേണ്ടത്. അപ്പോൾ അത് തീരുമാനം കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് കൃത്യമായിട്ട് അറിയാൻ പറ്റുള്ളൂ. അദ്ദേഹത്തിന് പൊതുദർശനം വയ്ക്കുക, അതിനൊക്കെ എനിക്ക് തോന്നുന്നു 8 മണി ആകുമ്പോഴത്തേക്കും നെടുമ്പാശ്ശേരി എയർപോർട്ടിൽ വരുന്നത്. അതിനുശേഷമായിരിക്കും തീരുമാനങ്ങൾ എടുക്കാൻ. അവിടെ നിന്ന് ഇങ്ങോട്ട് ജനാവലിയുടെ അകമ്പടിയുടെ ആയിരിക്കും കൊണ്ടുവരിക, എങ്ങനെ അതിൻ്റെ തീരുമാനങ്ങൾ? അങ്ങനെയാണ് ഇപ്പോൾ നമ്മളിങ്ങനെ പ്ലാൻ ചെയ്യുന്നത്. അങ്ങനെയാണ് അദ്ദേഹം ശരിക്കും പറഞ്ഞാൽ ഒരു രാജ്യത്തിന് വേണ്ടി തന്നെ മരിച്ച ഒരു വ്യക്തിയാണ്. ഒരു സോൾജിയർ എങ്ങനെയാണോ കൊല്ലപ്പെടുന്നത്, അതേപോലെ ഒരു രാജ്യത്തിന് വേണ്ടി ഒരു ജീവൻ വെടിഞ്ഞ ഒരു വ്യക്തിയാണ്. അദ്ദേഹത്തിൻ്റെ ഓരോ തുള്ളി രക്തവും നമ്മുടെ രാജ്യത്തിൻ്റെ ബോണ്ടിങ്ങിന് ശക്തി കൂട്ടുമെന്ന് ഉറപ്പാണ്. ഇവിടെ നമ്മുടെ ഓരോ വ്യക്തികളുടെയും മനസ്സിൽ അദ്ദേഹം ഉണ്ടാവും. ഇതെന്ന് വെച്ചാൽ ഞാൻ തന്നെ കഴിഞ്ഞ വർഷം ഈ സമയത്ത് ഈ സ്ഥലത്ത് ഞാൻ പോയതാണ്. വളരെ പീസ്ഫുള്ളായിട്ടുള്ളൊരു ഇതായിരുന്നു. എനിക്ക് തോന്നുന്നു ഭീകരന്മാർക്ക് അവസാന അവസരമാണിത്, ലാസ്റ്റ് അവസരമാണ്. ഈ അവസരത്തിനപ്പുറത്തേക്ക് അതിന് പോകാൻ പറ്റില്ല. ലാസ്റ്റ് അവസരം അവർ മാക്സിമം എക്സ്പ്ലോയിറ്റ് ചെയ്തു എന്നുള്ളതാണ് ഈ കാര്യം ഇത് ചെയ്തത്. ശക്തമായ തിരിച്ചടി ഉണ്ടാവണം എന്നാണ് ഞങ്ങളുടെ എല്ലാവരുടെയും ആഗ്രഹം. പാകിസ്ഥാൻ അതിർത്തി നിന്നുള്ള ഗ്രാമങ്ങൾ ഒഴിപ്പിച്ചുകൊണ്ടിരിക്കുന്നതാണ് ഇപ്പോൾ പുതിയ ന്യൂസ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അവർക്ക് കാര്യം മനസ്സിലായിട്ടുണ്ട്. അവരല്ല എന്നാണ് അവർ ഒരു പ്രസ്ഥാനം ഇറക്കിയേക്കുന്നത്. എന്തായാലും അവർക്ക് കാര്യം മനസ്സിലായിട്ടുണ്ട്. എന്തായാലും തിരിച്ചടി ഉണ്ടാകുന്ന പ്രതീക്ഷിച്ചുകൊണ്ട് അവർ ഗ്രാമങ്ങളിൽ നിന്ന് ആൾക്കാരെ ഒഴിവാക്കിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ. മനസ്സിലായില്ല, അവർക്ക് കാര്യം മനസ്സിലായിട്ടുണ്ട്. അപ്പോൾ അവരുടെ ഔദ്യോഗികമായിട്ടൊരു റിപ്പോർട്ട് വന്നത് അവർക്ക് ഇതിൽ പങ്കില്ലെന്നുള്ള പറഞ്ഞിട്ടാണ്. അതുമല്ല, ഇപ്പോൾ കൂടാതെ ഷെല്ലാക്രമണം ഉണ്ടായി, പൂഞ്ചിൽ പ്രശ്നമുണ്ടായി എന്നൊക്കെ പറയുന്നുണ്ട്. ഈ സമയത്ത് ഈ വെടിവെൽപ്പുണ്ടായ സമയത്ത് പൂഞ്ചിലൊക്കെ ആക്രമണം ഉണ്ടായെന്നാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ അത് പർപ്പസ്ഫുള്ളി ആണ്. പ്രധാനമന്ത്രി സ്ഥലത്തില്ല, US വൈസ് പ്രസിഡന്റ് സന്ദർശിക്കുന്നു. അപ്പോൾ അത് നല്ല സാഹചര്യം നോക്കി മുതലെടുത്താണ്. പക്ഷേ അതിനുള്ളൊരു തിരിച്ചടി എന്തായാലും ഉണ്ടാവും. കാരണം പ്രധാനമന്ത്രി ലാൻഡ് ചെയ്തിട്ടുണ്ട്. ഇന്ന് പ്രതിരോധ ഇതുമായിട്ടുള്ള മീറ്റിംഗ് നടക്കുന്നുണ്ട്. അപ്പോൾ എന്തായാലും ശക്തമായിട്ടൊരു തിരിച്ചടി നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. അതുകൊണ്ടാവണം ഞങ്ങൾ ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും വേണം. നല്ല മനുഷ്യനുണ്ട്. പുള്ളി കുറച്ച് നാളായിട്ട് ഇവിടെ ഉണ്ടായിരുന്നില്ല. പുള്ളി ജോലിയായിട്ട് ബന്ധപ്പെട്ട് ദുബായിലായിരുന്നു. അതിനുശേഷം പുള്ളി ഇവിടെ നിന്ന് പ്രവർത്തനങ്ങൾ സജീവമായി നല്ല സാമൂഹ്യ പ്രവർത്തനങ്ങൾ നന്നായിട്ട് ഇടപെടുന്ന ആളാണ്. എല്ലാവർക്കും ഞങ്ങളൊക്കെ രാമചേട്ടനാണ് വിളിച്ചു. എല്ലാവരും മനുഷ്യനായിരുന്നു, നല്ല മനുഷ്യൻ. എല്ലാവരോടും നന്നായിട്ട് പെരുമാറുന്ന മനുഷ്യനാണ്. പോകുന്നതിന് മുമ്പ് കണ്ടിരുന്നോ? പോകുമ്പോൾ ഞാൻ കഴിഞ്ഞൊരു കല്യാണത്തിനാണ് പുള്ളിയെ കണ്ടത്. പുള്ളിയെ മിനിഞ്ഞാന്ന് രാവിലെ അവിടെ നിന്ന് പോയത്. മിനിഞ്ഞാന്ന് രാവിലെ പുള്ളി കാശ്മീരിലേക്കും പോയി, ഇവിടെ ബ്രദർ അമേരിക്കയിലേക്കും പോയി. അതാണ് ഇപ്പോൾ ഒരു കൺഫ്യൂഷൻ. ബ്രദറിനും കൂടെ ബ്രദർ ഇപ്പോൾ ഇന്നലെ ലാൻഡ് ചെയ്തിട്ടുള്ളൂ അവിടെ അമേരിക്കയിൽ. മകൻ്റെ അടുത്തേക്ക് പോയതാണ്. അപ്പോൾ പുള്ളിക്കാരൻ വരണമെന്ന് ഭയങ്കര വാശി പിടിക്കണം. അപ്പോൾ അതിലൊരു കൺഫ്യൂഷൻ എങ്ങനെ വേണമെന്നുള്ളത്. അപ്പോൾ പുള്ളിക്കാരൻ ഇപ്പോൾ ഇന്ന് അവിടെ ലാൻഡ് ചെയ്തപ്പോൾ എന്നെ അവിടെ റിട്ടേൺ ടിക്കറ്റ് വെള്ളിയാഴ്ച മറ്റൊന്ന് പറയണം. അപ്പോൾ ആ ഒരു ഡിലേ എങ്ങനെയുള്ള മാനേജ് ചെയ്യണമെന്ന് അറിയില്ല. ഏതൊക്കെ തരത്തിലുള്ള പൊതുപ്രവർത്തനമായിരുന്നു അദ്ദേഹത്തിൻ്റെ? പുള്ളിത്തെ സമുദായത്തിൻ്റെ പ്രവർത്തനത്തിലൊക്കെ ഭയങ്കര ആക്റ്റീവായിരുന്നു. പിന്നെ ഇപ്പോൾ സാമൂഹിക പ്രവർത്തനം എല്ലാ കാര്യങ്ങളിലും പുള്ളി ഇടപെടും. എന്നിട്ടുണ്ടെങ്കിൽ ഇവിടെയുള്ള എല്ലാ കാര്യങ്ങളിലും പൊതുവായിട്ട് പുള്ളി ഇടപെടുന്ന ആളാണ്. എല്ലാ കാര്യങ്ങളിലും പുള്ളി സജീവമായിട്ട് പ്രവർത്തിക്കുന്ന ആളും. പിന്നെ എല്ലാ സഹായങ്ങൾക്കൊക്കെ എല്ലാവരുടെ ഓരോ ആവശ്യങ്ങൾക്കും ഓടിയെത്തുന്നൊരു വലിയ താല്പര്യം കാണിക്കുന്ന ആളാണ്, ചെയ്തുകൊണ്ടിരുന്ന ആളാണ്. പിന്നെ പഴയ ഇവിടെ ജനിച്ചു വളർന്ന ആളാണ് ഏറ്റവും പ്രധാനമായിട്ട്. പഴയ വലിയ ശ്രാമ്പികൾ കുടുംബത്തെ അംഗമാണ്. പക്ഷേ ഞങ്ങൾക്ക് ഭയങ്കര ഷോക്കായി പോയി അദ്ദേഹം ന്യൂസ് കേട്ടപ്പോൾ. നമ്മളൊന്നും പ്രതീക്ഷിച്ച ഒരു ഇതല്ല, പ്രതീക്ഷിച്ചാൽ നമ്മൾ മനസ്സിൽ പോലും ആലോചിക്കുന്നത്. ഇത്തരത്തിൽ ഭീകരാക്രമണമൊക്കെ നടത്തുമ്പോൾ നമ്മുടെ ഇന്ത്യയുടെ ഭാഗത്തുനിന്ന് എങ്ങനെ തിരിച്ചടി അടിക്കണമെന്നാണ് ആഗ്രഹിക്കുന്നത്? തീർച്ചയായിട്ടും. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ ഇപ്പോൾ പത്രമാധ്യമങ്ങൾ പറയുന്ന വാർത്ത ശരിയാണെങ്കിൽ ആളുടെ പേര് ചോദിച്ച് ഷൂട്ട് ചെയ്യുന്നത് പറയുന്നത് കേൾക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഒരിക്കലും നമുക്ക് അംഗീകരിക്കാൻ പറ്റില്ല. നമ്മൾ ഒരിക്കലും ഇവിടെ മതപരമായിട്ട് ചിന്തിക്കുന്ന ആളാണ്, അല്ലാണ്ട് ജാതിയോ മതമൊന്നും ചിന്തിക്കുന്ന ആൾക്കാരല്ലല്ലോ നമ്മളത്. പക്ഷേ അങ്ങനെയൊക്കെ ചെയ്താൽ ഒരിക്കലും നമുക്കത് ഉൾക്കൊള്ളാൻ പറ്റില്ല. നമ്മുടെ ഇവിടുത്തെ അത് മതേതരത്തിൻ്റെ അവസ്ഥ ഉണ്ടായി, അത് നമുക്കൊരിക്കലും അംഗീകരിക്കാൻ പറ്റില്ല. അതിന് ശക്തമായിട്ട് തിരിച്ചടി ഉണ്ടാവണം എന്നുള്ളതാണ്. കാരണം അത് ഞാൻ പറയുന്നത് വെച്ചാൽ ആരും പറയേണ്ട ബാലാക്കോട്ട് ഉണ്ടാവില്ല, നല്ലൊരു ആക്രമണം ഉണ്ടാവണം. മേലിൽ ഇതൊരു ചിന്ത ആർക്കും ഉണ്ടാവരുത്. നമ്മളിവിടെ എല്ലാവരും സഹജീവികളെ പോലെ സ്വന്തം പെരുമാറിക്കൊണ്ടിരിക്കുന്ന ആൾക്കാരല്ലേ. ഇവിടെ നമ്മൾ ജാതിമത ചിന്തകളുണ്ടോ? ഒന്നുമില്ലല്ലോ. അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യത്തിൽ ഒരിക്കലും നമുക്ക് ഉൾക്കൊള്ളാനും അംഗീകരിക്കാനും പറ്റില്ല. ഇതൊന്നും ഒരാളുണ്ടാവാനും ഒരാൾക്കാർ ചിന്ത വരാൻ പാടില്ല. ഇങ്ങനെ ജാതി പറഞ്ഞു ശക്തമായിട്ട് വേണം എന്നുള്ളതാണ് അഭിപ്രായം. കാരണം ഒരാൾക്കും അങ്ങനെ ചിന്ത വരാൻ പാടില്ല. നമ്മളങ്ങനെ ചിന്തിക്കുന്ന ആൾക്കാരല്ലല്ലോ. ജാതിമത ചിന്തകൾ നമുക്ക് ഒരിക്കലും നമ്മുടെ കേരളത്തെ സംബന്ധിച്ച് നമുക്ക് അംഗീകരിക്കാൻ പറ്റില്ല. ഇന്ത്യയിൽ പല ഭാഗത്തും അങ്ങനെ സംസാരിക്കുന്നുണ്ടെങ്കിൽ തന്നെ നമ്മൾ ഒരിക്കലും അങ്ങനെ ചിന്തിക്കുന്ന ആൾക്കാരല്ലല്ലോ. നമ്മളെല്ലാവരും മനുഷ്യനായിട്ട് കാണുന്ന ആൾക്കാരല്ലേ. അപ്പോൾ ഒരു ഇതിനോട് നമുക്ക് ഒരിക്കലും ഉൾക്കൊള്ളാൻ പറ്റില്ല. ശക്തമായിട്ടുള്ളൊരു നടപടി വേണമെന്നാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്, ഉണ്ടാകാനാണ് പ്രതീക്ഷിക്കുന്നത്. അവർ ഫാമിലിയായിട്ട് നമ്മൾ നല്ല ഒരു റിലേഷനായിരുന്നു കീപ്പ് ചെയ്തിരുന്നത്. കാരണം അവർ NSSുമായിട്ടും ഒക്കെ നല്ല ആത്മബന്ധമായിരുന്നു. അപ്പം ഞാൻ NSSൻ്റെ എടപ്പള്ളിയിലെ വൈസ് പ്രസിഡൻ്റാണ്, അറ്റ് ദ സെയിം ടൈം കൗൺസിലറുമാണ് ഈ ഡിവിഷൻ്റെ. അപ്പോൾ ഫാമിലിയായിട്ട് നല്ല അറ്റാച്ച്മെൻ്റ് ഉണ്ടായിരുന്നു.
അപ്പം ഞങ്ങൾക്കൊക്കെ ഇതൊന്നും ഉൾക്കൊള്ളാൻ വലിയൊരു വിഷമമുണ്ട്. അൺഎക്സ്പെക്റ്റഡ് ആണല്ലോ, ഒരു സുഖമില്ലാതെ കിടന്ന് മരിച്ചു എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ വി ആർ എക്സ്പെക്റ്റിംഗ് സംതിങ്. പക്ഷേ ഇത് അങ്ങനെ അല്ലാത്തത് കൊണ്ട് ഉൾക്കൊള്ളാൻ ഭയങ്കര ഒരു വിഷമമുണ്ട്. പോകുന്നതിന് മുമ്പ് കണ്ടിരുന്നു. പോകുന്നതിന് മുമ്പ് അമ്പലത്തിലൊക്കെ വെച്ചാണ് ഞങ്ങൾ എന്നും മിക്കവാറും ഒക്കെ കാണുന്നത്. അന്ന് പോകുന്ന അന്ന് കാലത്ത് വൈകിട്ട് പോയി അന്ന് പോയിട്ടുണ്ട് എന്നുള്ളത്. ബിക്കോസ് അവരുടെ ബ്രദർ ഞങ്ങളുടെ NSSൻ്റെ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിൽ ഒരു മെമ്പറാണ്. ഞാൻ NSSൻ്റെ വൈസ് പ്രസിഡൻറ്റും കൂടിയാണ് ഇവിടെ എടപ്പള്ളിയിൽ. അപ്പോൾ ഞങ്ങളുടെ മീറ്റിംഗ് അന്ന് വൈകിട്ട് ഉണ്ടായിരുന്നു. അപ്പോൾ ജസ്റ്റ് ഇങ്ങനെ ചേട്ടൻ പറഞ്ഞു ഞാനും വൈഫും വൈകിട്ട് US പോവുകയാണ്, എൻ്റെ അനിയനും ഫാമിലിയൊക്കെ ഇതേ കാശ്മീർ പോയിട്ടുണ്ട് കേട്ടോ കാലത്ത് എന്നിങ്ങനെ ഞങ്ങളോട് എല്ലാവരോടും കൂടെ പറഞ്ഞു, കമ്മിറ്റിക്കാരോട്. അപ്പോൾ ജസ്റ്റ് ഞങ്ങളെല്ലാവരും പറഞ്ഞു ചേട്ടനും അനിയനും ഒരേ സമയത്താണല്ലോ സ്ഥലം വിടണത് എന്നിങ്ങനെ പറഞ്ഞു. പക്ഷേ ഇന്നലെ ഇപ്പോൾ ഇങ്ങനെയൊക്കെ കേട്ടപ്പോൾ നമ്മൾക്കേ ഒരിക്കലും നമ്മൾ പറ്റുന്നില്ല അങ്ങനെ. കാരണം നമ്മൾ പേപ്പറിൽ ഇതിലൊക്കെ എപ്പോഴും ഭീകരാക്രമണം അങ്ങനെ ഇങ്ങനെയൊക്കെ കണ്ടിരിക്കണതും കേട്ടിരിക്കണതും. അപ്പം നമ്മളുടെ ഇതിപ്പോൾ അനുഭവത്തിൽ തന്നെ നമ്മുടെ അടുത്ത ഒരു സംഭവം അങ്ങനെ വന്നു എന്ന് പറയുമ്പോൾ നാട്ടുകാർക്കും എല്ലാവർക്കും അതിലൊരു വലിയ വിഷമമുണ്ട്. എല്ലാവരും ഇവിടെ നല്ലൊരു എടപ്പള്ളി എന്ന് പറഞ്ഞാൽ നല്ലൊരു കൾച്ചറാണ്. എല്ലാവരും തമ്മിൽ നല്ലൊരു റിലേഷൻ, സൗഹൃദത്തിൽ. അവിടെ ജാതി മതമോ അങ്ങനെ ഒന്നും ഇല്ല. എല്ലാവരും പാർട്ടി മറ്റേതെന്നൊക്കെ പറയുമെങ്കിലും ജനറലി എല്ലാവരും തമ്മിൽ നല്ലൊരു സൗഹൃദത്തിലുള്ള ഒരു സ്ഥലം കൂടിയാണ് എടപ്പള്ളി. അപ്പോൾ വലിയ അതെ. അപ്പോൾ അതെല്ലാവർക്കും ഒരു വിഷമമായിട്ടാണ് വന്നത്. മറക്കാനാവാത്ത അനുഭവം എന്താണ് അദ്ദേഹത്തിൻ്റെ എന്തെങ്കിലും പ്രവർത്തനങ്ങൾ? അങ്ങനെ അവർ എനിക്ക് കൂടുതൽ അങ്ങനെ അറിയില്ല. ചെറുപ്പം മുതലേ RSS BJP പ്രവർത്തനവുമായിട്ട് ബന്ധപ്പെട്ടാണ് പോയിക്കൊണ്ടിരുന്നത്. പിന്നെ അവർ ജോലിയൊക്കെ ആയിട്ട് പുറത്തായിരുന്നല്ലോ. അത് കഴിഞ്ഞപ്പോൾ റിട്ടയർഡ് ആയപ്പോഴല്ലേ നാട്ടിൽ വന്ന് സെറ്റിലായിട്ടുള്ളതൊക്കെ. അപ്പോൾ ആ ഒരു കാലഘട്ടമൊക്കെ അവർ പുറത്തായിരുന്നപ്പോൾ ഒന്നും കാര്യമായിട്ട് നമ്മൾക്ക് അത്ര ഇതൊന്നുമില്ല. ഈ ഒരു ഭീകരാക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ ശക്തമായ ഒരു തിരിച്ചടി ഇന്ത്യയുടെ ഭാഗത്തുനിന്ന് വേണമെന്ന് ആഗ്രഹിക്കുന്നു. ഉണ്ടാകണമെന്ന് തന്നെയാണ് നമ്മളുടെ ആഗ്രഹം. അത് എന്തായാലും വെച്ചാൽ കാശ്മീർ താഴ്വര കുറച്ച് നാളായിട്ട് കുറച്ച് ശാന്തമായിരുന്നല്ലോ. അതുകൊണ്ടാണ് ഈ വർഷം ഒക്കെ ഒത്തിരി പേര് ടൂറിസ്റ്റേഴ്സ് ആ ഏരിയയിലേക്ക് വന്നിട്ടുള്ളത്. ഇപ്പോൾ കഴിഞ്ഞ ആഴ്ച തന്നെ എൻ്റെ ഒരുപാട് ഫ്രണ്ട്സ് റിലേറ്റീവ്സ് ഒക്കെ കാശ്മീർ പോയി വന്നവരാണ്. അപ്പോൾ എല്ലാവരും ഞങ്ങൾ കൗൺസിലേഴ്സും തമാശനെന്നും പറയും നമുക്ക് എല്ലാവർക്കും കൂടെ ഒരു കാശ്മീർ ട്രിപ്പ് ഇടാമെന്നൊക്കെ ഇങ്ങനെ എന്ന് പറയും. അങ്ങനെയൊക്കെ ഇപ്പോൾ അവിടെ പോകാൻ പറ്റിയൊരു സാഹചര്യമുണ്ട് എന്നുള്ള ആ ഒരു വിശ്വാസത്തിലാണല്ലോ നമ്മളൊക്കെ അങ്ങനെ ഒരു തീരുമാനം എടുക്കണം. പക്ഷേ അതിന് വിപരീതമായിട്ടൊക്കെ സംഭവിക്കുമ്പോൾ ഭയമുണ്ട്. ഇനിയിപ്പോൾ എന്തായാലും നമ്മൾ ഭയക്കുമല്ലോ, നമ്മളെന്തിനാ ഒരു ആപത്ത് അവിടെ ചെന്ന് വരുത്തി വെക്കണം എന്നുള്ളത്. കാരണം എപ്പോൾ ഏത് സമയത്ത് എന്നുള്ള ഒരു ഇതല്ലേ ഇന്നലത്തെ ആ ഇൻസിഡൻറ്റ് നമ്മളെ ഓർമ്മിപ്പിക്കുന്നത്. അതുകൊണ്ട് ശക്തമായ തിരിച്ചടി ഉണ്ടെങ്കിൽ പിന്നെ നമുക്ക് ധൈര്യമായിട്ട് പോകാം. അല്ല, ഉണ്ടാകണമല്ലോ. അത് നമ്മളെന്തായാലും അതിൻ്റെ ഭരണകർത്താക്കൾ അതിന് വേണ്ട വിധത്തിലുള്ള ഒരു ഇത് ചെയ്യും എന്ന് തന്നെയാണ് നമ്മളുടെയൊക്കെ വിശ്വാസം. കാരണം നമുക്കെല്ലാവർക്കും സ്വതന്ത്രമായി ജീവിക്കാനും സഞ്ചരിക്കാനും ഒക്കെ ഉള്ള അവകാശമില്ലേ നമ്മളുടെ രാജ്യത്ത്. അതിനെ മറ്റുള്ളവർ ഹനിക്കാൻ ഇടകൊടുക്കാൻ പാടില്ലല്ലോ. എൻ്റെ സ്വന്തം ആളല്ലേ, അപ്പം ഞാൻ ഈ വീട്ടിലാണ് താമസിക്കുന്നത്. നിങ്ങൾ അസോസിയേഷനുമായിട്ടും കുടുംബപരമായിട്ടൊക്കെ ഞങ്ങൾ ബന്ധക്കാരല്ലേ. പോകുന്നതിന് മുമ്പ് സംസാരിച്ചിരുന്നു. പിന്നെ എന്നോട് പറഞ്ഞിട്ടല്ലോ, ഞങ്ങളോട് പറഞ്ഞിട്ടല്ലോ. അതൊക്കെ നേരത്തെ അറേഞ്ച് ചെയ്ത ടൂറാണ്. എത്ര നാൾ മുമ്പായിരുന്നു? സൂക്ഷിച്ച് അറിയില്ല, എന്തായാലും ഒരാഴ്ച മുമ്പ് എന്നൊക്കെ പറഞ്ഞു പോകുന്നുണ്ട്. വീട് നോക്കണമെന്നൊക്കെ പറഞ്ഞു. വീടല്ലല്ലോ, ഒരു ടൂർ പ്രോഗ്രാം അറേഞ്ച് ചെയ്ത് പോയതാ. വീട്ടിലപ്പം വേറെ ആരെങ്കിലും ഉണ്ടായിരുന്നോ? ഇല്ല, അവരാ ഫാമിലി എൻ്റയർ ഫാമിലി പോയില്ലേ. വീട് നോക്കണമെന്നൊക്കെ പറഞ്ഞിട്ടാണോ പോയത്? അല്ല, അത് നോക്കണമല്ലോ, നാച്ചുറലി ചെയ്യേണ്ടതാണല്ലോ. പോരെങ്കിൽ അസോസിയേഷൻ്റെ പ്രസിഡൻറ്റും കൂടെ അല്ലേ. ഒരു നാടിൻ്റെ മനസാക്ഷിയെ ഞെട്ടിക്കുന്ന, ഒരു നാട് മുഴുവൻ ദുഃഖത്തിലായിരിക്കുന്ന ഒരു അവസരത്തിലാണ് എടപ്പള്ളി സ്വദേശി രാമചന്ദ്രൻ മരണപ്പെട്ടു എന്നുള്ള വാർത്ത നമ്മൾ കേൾക്കുന്നത്. ഇപ്പോൾ ഡൽഹിയിൽ ഹോം മിനിസ്റ്ററുടെ ഓഫീസിലുമായിട്ട് ബന്ധപ്പെടുമ്പോൾ ഇന്ന് വൈകിട്ട് തന്നെ ഇങ്ങോട്ടേക്ക് അദ്ദേഹത്തിൻ്റെ മൃതദേഹം കൊണ്ടുവരാനുള്ള, കുടുംബത്തോടൊപ്പം വരാനുള്ള സൗകര്യങ്ങൾ ചെയ്തിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത്. മറ്റു കാര്യങ്ങളെല്ലാം കുടുംബാംഗങ്ങളാണ് തീരുമാനിക്കുന്നത്. അവിടെ നിന്ന് ലഭിക്കുന്ന വിവരങ്ങളാണ് നിങ്ങളോട് പങ്കുവയ്ക്കുന്നത്. കൂടുതൽ വിവരങ്ങൾ ലഭിച്ചിട്ടില്ല. ഇന്ന് രാത്രിയോടുകൂടി നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ അദ്ദേഹത്തിൻ്റെ മൃതദേഹം എത്തിക്കാൻ വേണ്ടിയിട്ടാണ് പരിശ്രമിക്കുന്നത്. ശ്രീരാമചന്ദ്രൻ്റെ കുടുംബാംഗങ്ങളോടൊപ്പം തന്നെ ഇവിടെ എത്തിച്ചേരും എന്നാണ് ഞങ്ങൾ അറിയിച്ചിട്ടുള്ളത്. ബാക്കി ചടങ്ങുകളുടെ കാര്യങ്ങളെല്ലാം കുടുംബാംഗങ്ങൾ തീരുമാനിക്കും. അവരുടെ ബന്ധുമിത്രാദികൾ പുറത്തുനിന്ന് വരേണ്ട ആളുകളുണ്ട്. അതിനെക്കുറിച്ചെല്ലാം അന്തിമ തീരുമാനമായിട്ടില്ല. പക്ഷേ ബാക്കി എല്ലാ ക്രമീകരണങ്ങളും എയർപോർട്ടുകളിലും അതുപോലെ തന്നെ ജില്ലാ ഭരണകൂടവുമെല്ലാം വേണ്ടുന്ന ക്രമീകരണങ്ങളെല്ലാം
ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഇതാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരങ്ങൾ. മലയാളികളായിട്ടുള്ള മറ്റൊരുപാട് പേർ പല ഭാഗങ്ങളിൽ നിന്നായി, കശ്മീരിൻ്റെ പല ഭാഗങ്ങളിലായി നമ്മുടെ ഓഫീസുകളിലേക്ക് ബന്ധപ്പെടുന്നുണ്ട്. പല ടൂർ ഓപ്പറേറ്റേഴ്സുമായിട്ട് അവിടെ പോയ ആളുകളുണ്ട്. അപ്പോൾ അവരുടെ എല്ലാം സുരക്ഷ ഉറപ്പുവരുത്താൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളും പല സംഘടനകളുമായി ചേർന്ന് കേന്ദ്ര സർക്കാരിൻ്റെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ട്. അങ്ങനെ ഏതെങ്കിലും ആളുകൾക്ക് എന്തെങ്കിലും പ്രയാസം തോന്നുന്ന ആളുകളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞങ്ങളെല്ലാം ബന്ധപ്പെടാൻ കഴിയുന്നൊരു സാഹചര്യമുണ്ട്. ഓഫീസ് ഇമെയിൽ ഐ ഡിയും എല്ലാം ഞങ്ങൾ കൊടുത്തിട്ടുണ്ട്. എയർപോർട്ടിലെ ക്രമീകരണം എങ്ങനെയാണ്? അല്ല, നിലവിൽ 7:30 വരുമെന്നുള്ളതാണ് അവസാനം ലഭിച്ച. അതിൽ മാറ്റങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അവിടെ എയർപോർട്ടിൻ്റെ മാനേജിംഗ് ഡയറക്ടർ ശ്രീ സുഹാസ് അവിടെ വേണ്ടുന്ന എല്ലാ ക്രമീകരണങ്ങളും ചെയ്തിട്ടുണ്ട്. ബാക്കി ഇവിടെ പൊതുജനങ്ങൾക്ക് കാണാനുള്ള അവസരവും അതുപോലെ തന്നെ ചങ്ങമ്പുഴ പാർക്കിലാണ് ഇപ്പോൾ ആലോചിക്കുന്നത്. പോലീസുമായിട്ട് ആലോചിച്ച് ഇവിടുത്തെ ട്രാഫിക് ക്രമീകരണവും മറ്റു കാര്യങ്ങളൊക്കെ ചെയ്തു വരികയാണ്. ബാക്കിയെല്ലാം അദ്ദേഹത്തിൻ്റെ ബാക്കി സംസ്കാര ചടങ്ങുകൾക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ ക്രമീകരണങ്ങൾക്കും സജ്ജമാണ്. അങ്ങനെയുള്ള കാര്യങ്ങൾ ചില ആളുകൾ വരുന്നതിനെ ആശ്രയിച്ചാണ്. ചില ആളുകൾക്ക് വരാൻ സാധിക്കുമെങ്കിൽ യുണൈറ്റഡ് സ്റ്റേറ്റ്സിൽ നിന്നെല്ലാം ആളുകൾ വരേണ്ടതുണ്ട്. അത് വരണമെന്ന് തീരുമാനിച്ചാൽ ചിലപ്പോൾ അതിനനുസൃതമായിട്ടായിരിക്കും ക്രമീകരണങ്ങൾ ഉണ്ടാവുക. സംസ്കാര ചടങ്ങുകളും അതിനുശേഷമായിരിക്കും തീരുമാനിക്കുക. കൊച്ചിയിൽ നിന്നും അഭിശങ്കരനൊപ്പം ആർ പിയൂഷ്, മറുനാടൻ TV.